ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അടുത്ത് പയ്യനാട് സ്റ്റേഡിയത്തിലാണ്. അപ്പം ഇതിനുള്ളിലോട്ട് കയറാനൊന്നും അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോവാന്ന് വെച്ചു. അപ്പം ഞാൻ പുറത്ത് നിന്നിട്ട് ഈ സ്റ്റേഡിയം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് ഈ സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റ്. പയ്യനാടിന്റെയും പുല്ലഞ്ചേരിയുടെ രണ്ട് ഗ്രാമങ്ങളുടെയും അതിർത്തി പ്രദേശമായിട്ടാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. അപ്പം ഇതൊരു ഗേറ്റ്, അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ വേറെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഇതിപ്പോ ഓപ്പൺ അല്ല, ഞങ്ങൾ അപ്പുറത്തെ സൈഡിലൂടെയാണ് വന്നത്. അപ്പം ഇതിന്റെ ഇപ്പുറത്ത് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം. റൂമുകള് ഇവിടെ പ്രാക്ടീസിനും മറ്റും വരുന്ന കുട്ടികളും അതുപോലെ വലിയ കളിക്കാരും ഒക്കെ താമസിക്കുന്ന റൂമുകളാണ്. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട് ഈ റൂമുകൾ. ഭയങ്കര നീറ്റായിട്ടാണ്. ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ടൊന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തൂടെ ജസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കാണിക്കാം. ഇതാണ് ഇവിടുത്തെ ഫ്ലഡ് ലൈറ്റ്. ഇങ്ങനത്തെ 4 ഫ്ലഡ് ലൈറ്റുകളാണ് ഈ സ്റ്റേഡിയത്തിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇതൊക്കെ സ്റ്റേഡിയത്തിന്റെ ഗാലറികളാണ്. ഒരുപാടുണ്ട്. 25,000 പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം ഇവിടെ നിലവിലുള്ളത്. അപ്പം 2013-14 ഇവിടെ ഫെഡറേഷൻ കപ്പ്, അതുപോലെ സന്തോഷ് ട്രോഫി മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, കാൽപന്തിന്റെ നാടാണ്. അപ്പം പന്തുകളിയുടെ ഒരു വലിയ ആരാധകരും കളിക്കാരും കൂടുതലുള്ള ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ അന്നത്തെ ജനസാഗരം ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൂടെയൊക്കെ ആയിരുന്നു എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡ് ഒരു ടൈമിലും കാലിയായിട്ട് കാണാറില്ലായിരുന്നു. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊക്കെ +2 കഴിഞ്ഞ് ആ ഒരു സമയത്താണത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഒരുപാട് കളിച്ച് നടന്നിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ ഇവിടെ വെറും ഒരു പുല്ല് കാട് പിടിച്ചൊരു മൈതാനായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും വലിയൊരു സ്റ്റേഡിയം ആയിട്ട് മാറിയത്. ഇതാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഔട്ട്ഡോർ ഗാലറി. ഇവിടെ ഇപ്പുറത്തായിട്ട് ഇൻഡോർ ഗാലറി ഉണ്ട്. അത് നമുക്ക് ഇതിന്റെ അപ്പുറത്ത് കയറാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.